ഗസ യുദ്ധത്തിനിടെ ഇസ്രായേലിന് നേരെ ഏറ്റവും ശക്തമായ ആക്രമണവുമായി ഹിസ്ബുള്ള. വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ നീക്കം. ഇതോടെ മേഖലയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിലെ റാമത്ത് ഡേവിഡ് വ്യോമതാവളത്തിനു നേരെ 2 തവണ മിസൈൽ അയച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ഫാദി 1, ഫാദി 2 എന്നീ മിസൈലുകളാണ് വിക്ഷേപിച്ചത്. ലബനാനിലെ നിരവധി സാധാരണക്കാരെ ഇസ്രായേൽ വധിച്ചതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇതെന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം ലബനാനിൽ നിന്നും 10 മിസൈൽ വിക്ഷേപണങ്ങൾ തിരിച്ചറിഞ്ഞതായും അതിൽ ഭൂരിഭാഗവും പ്രതിരോധിച്ചതായും ഇന്നലെ രാത്രി ഇസ്രായേലി സൈന്യം വ്യക്തമാക്കിയിരുന്നു. മിസൈൽ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തെക്കൻ ലബനാനിലെ 400 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇതിനു പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഉണ്ടാകുന്നത്. ഗസ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങൾക്കാണ് വടക്കൻ ഇസ്രായേൽ സാക്ഷ്യം വഹിക്കുന്നത്. ഇതോടെ വടക്കൻ ഇസ്രായേലിലെ നഹാരിയ, ഏക്കർ, തിബിരിയാസ്, ഹൈഫ എന്നിവിടങ്ങളിലെ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇസ്രായേലിന് നേരെ ഇറാഖിൽ നിന്നും ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖാണ് ആക്രമണം നടത്തിയത്. ഡ്രോണുകൾ ഉപയോഗിച്ചാണ് സുപ്രധാന മേഖലയിൽ ആക്രമണം നടത്തിയതെന്ന് ഇവർ വ്യക്തമാക്കി. ഇസ്രായേലിന് പുറമെ ഇറാഖിലും സിറിയയിലുമുള്ള അമേരിക്കൻ സേനയെയും ഇവർ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ തുടരുമെന്നും ഇവർ പ്രഖ്യാപിക്കുന്നു. അതേസമയം ഇറാഖിൽ നിന്നും വന്ന മിസൈലുകളെ പ്രതിരോധിച്ചതായും ആർക്കും പരിക്കില്ലെന്നും ഇസ്രായേലി സൈന്യം അവകാശപ്പെട്ടു. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ഇസ്രായേലിലൂടെ 60 കിലോമീറ്ററുകൾ താണ്ടിയാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹൈഫയിൽ റോക്കറ്റുകൾ പതിച്ച് തീപിടുത്തമുണ്ടായതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. 85 റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രായേലിലെ ഹൈഫ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു. അതേസമയം പേജർ, വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് ഉത്തരവിട്ടവർക്കും നടപ്പാക്കിയവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് UN മനുഷ്യാവകാശ മേധാവി വോക്കർ ടേർക്ക് വ്യക്തമാക്കി. സംഭവത്തെക്കുറിച്ച് സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് UN വിളിച്ചു ചേർത്ത അടിയന്തര സുരക്ഷാ സമിതി യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു.